നമ്മുടെ സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ 2 ആന വെച്ചിട്ടാണ് നമ്മൾ ഈ സീൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ പുതുപ്പള്ളി സേതുവിനെ വേറൊരു ആന പുറകിൽ നിന്ന് വന്ന് കുത്തി. ഈ പുതുപ്പള്ളി സേതു ഒരു കാട്ടിലോട്ട് ഓടിക്കയറിപ്പോയി സാറേ. ഇല്ല സാറേ, അല്ല നമ്മൾ മയക്കോടി വെക്കാനുള്ള ആളെ വിളിച്ചിട്ടുണ്ട്. പുള്ളി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പുള്ളി മയക്കോടി വെക്കും. നമ്മൾ ബാക്കി സീൻ നമ്മൾ ഇന്ന് തന്നെ ഷൂട്ട് ചെയ്യും. സാറെ ടെൻഷൻ വേണ്ട, പ്രൊഡ്യൂസർക്ക് ഞാൻ തന്നെ ഉറപ്പാണ്, ഡയറക്ടർ തന്നെ ഉറപ്പാണ്. ഓക്കെ സാർ, താങ്ക് യു സാർ. ഹലോ, ആരാണ് മനസ്സിലായില്ല? പ്രൊഡക്ഷൻ കണ്ടത് മനു പറഞ്ഞു വിട്ടാളാ. മനു പറഞ്ഞിട്ട് വന്ന ആളാണോ? എന്നാ എത്രയും പെട്ടെന്ന് ആനയെ കയറി മയക്കോടി വെക്കൂ. ആനയെ കയറി മയക്കോടി വെക്കൂ. മനസ്സിലായില്ല? നിങ്ങളെ മനു പറഞ്ഞു വിട്ടല്ലേ? ഇവിടെ ഷൂട്ടിംഗ് നടക്കുമായിരുന്നു. അപ്പൊ ഒരു ആന ഇടഞ്ഞു, ഒരു ആന പുറകിൽ നിന്ന് വന്ന് കുത്തി. ആന ഓടി കാട്ടിലോട്ട് കയറിപ്പോയി. അപ്പൊ എത്രയും പെട്ടെന്ന് ആനയെ മയക്കോടി വെക്കണം. അതിനാണോ എന്നെ വിളിച്ചത്? പിന്നല്ലാതെ കൺട്രോളിൽ തെണ്ടി മനു കൊക്കിനെയും കാക്കനെയും മാത്രം വെടിവെച്ചാണ് എന്നെ പിടിച്ച് സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ട് മയക്കൂടി വെക്കണമെന്നോ? എങ്ങനെ രക്ഷപ്പെടും ദൈവമേ? എന്നാ അവിടെ കിടന്ന് പുറകെടുക്കണ എങ്ങനെ രക്ഷപ്പെടും ആലോചിക്കുമായിരുന്നു. എങ്ങനെ രക്ഷപ്പെടുന്നോ? അല്ല, രക്ഷപ്പെടുന്ന കാര്യം പറഞ്ഞേ. ആന കാട്ടിലേക്ക് കയറിപ്പോയല്ലോ, അവനെ കാട്ടിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്തി എടുക്കാം എന്നാലോചിക്കും. അതാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ആന കയറി പെട്ടെന്ന്. അല്ല, നിങ്ങളാരാ? മനസ്സിലായില്ല? അയ്യോ, എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് ഈ സിനിമയുടെ ഡയറക്ടർ. ഡയറക്ടറാണല്ലേ? ഡയറക്ടറാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ സിനിമയുടെ പേരെന്താ? എന്റെ സിനിമയുടെ പേര് ബിഷപ്പിന്റെ വിളി. ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള സിനിമയാണല്ലേ? അങ്ങനെ ചോദിച്ചേ. ബിഷപ്പിന്റെ വിളി എന്ന് പേര് കേട്ടോ. ബിഷപ്പിന്റെ വിളിയല്ല, പിന്നെ മെത്രാന്റെ ആണോ? ബിഷപ്പിന്റെ വിളിയല്ല, ബിഷപ്പിന്റെ വിളി. ബിഷപ്പിന്റെ വിളി, നല്ല പേര് കേട്ടോ. പേര് കേട്ടപ്പോ ഒരു ആകാംക്ഷ, എങ്ങനാ പ്രമേയം? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല രീതിയിലാണ്. ചിലർക്ക് മൂത്രം ഒഴിക്കുമ്പോ പതഞ്ഞു വരും, ചിലർക്ക് പല രീതിയിലാണ്. ഇയാൾ എന്ത് പറയണത്? പ്രമേഹ എങ്ങനെയാന്നല്ലേ ചോദിച്ചത്? ഇയാളുടെ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വന്നോണോ ഞാൻ? ഇല്ല. പ്രമേയം അത് എങ്ങനെയാണ് സിനിമയുടെ കഥ? ബേസിക്കലി എന്റെ സിനിമ എന്ന് പറഞ്ഞ ഒരു ലവ് സ്റ്റോറിയാണ്. സ്റ്റോറി എന്ന് പറഞ്ഞാൽ അതായത് നമ്പൂരി ചെക്കനെ പ്രണയിച്ച ഒരു പെൺകുട്ടിയുടെ. അയ്യോ, എന്റെ മകൾക്ക് ഇതേ പ്രണയം. ആരോട്? തന്തൂരി ചിക്കൻ. തന്തൂരി ചിക്കൻ അല്ല, നമ്പൂരി ചെക്കനെ പ്രണയിച്ച പെൺകുട്ടിയുടെ കഥ. എന്ത് സബ്ജക്റ്റ് ആണോ? 15-ാം നൂറ്റാണ്ടിന്റെ സബ്ജക്റ്റ് ആണോ ഇപ്പൊ കൊണ്ട് സിനിമയായിട്ട് അടിക്കാൻ? നമ്മളെങ്ങനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കട്ടോ. ഞാൻ ഒരുപാട് സിനിമ എടുത്തുള്ള ഡയറക്ടറാണ്. ഈ അടുത്തിടത്ത് ഞാനൊരു സിനിമ ചെയ്തായിരുന്നു, അമ്മ അറിയാതെ. അമ്മ അറിഞ്ഞ വഴക്ക് പറയൂ. പിന്നെ എന്റെ അമ്മ അറിയാതെ എടുത്തുന്നല്ല പറഞ്ഞത്. എന്റെ അമ്മയാണ്, എന്റെ അമ്മ ഫുൾ സപ്പോർട്ടാണ്. എന്റെ സിനിമയുടെ പേരാണ് അമ്മ അറിയാതെ. പേരാണ് അമ്മ അറിയാതെ. പിന്നെ എന്നെ കുറിച്ച് വേറെ സംഭവം ഞാൻ ബൂസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കരുത്. ഞാൻ മെയിനായിട്ട് മൃഗങ്ങളെ വെച്ചാണ് സിനിമ എടുക്കുന്നത്. അത് അടിപൊളി. ഈ സിനിമ തന്നെ 2 ആനകളുടെ പ്രണയമാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞാൻ സിനിമ എടുത്തായിരുന്നു 2 പട്ടികളെ വെച്ചിട്ട്. അതെങ്ങനെ പോയി? അതൊരു പട്ടിയും കണ്ടില്ല. എന്നെ ഇന്റർവ്യൂ ചെയ്യാണ്ട് നിങ്ങൾ ആനയെ മയക്കോടി വെക്ക്. പക്ഷേ ഒരുപാട് പൈസ നിങ്ങൾക്ക് അതിന് വേണ്ടി മുടക്കേണ്ടി വരും. പ്രൊഡക്ഷൻ കൺട്രോളർ മനു പറഞ്ഞ നിങ്ങൾക്ക് 1500 തന്നാ മതി എന്നാണല്ലോ. 1500 രൂപ? അവൻ ചിലപ്പോ 1 കിലോ ആനയുടെ റേറ്റ് ആയിരിക്കും. കിലോ കണക്കിനാണോ നിങ്ങൾ? പിന്നെ ആനയെ കുമിക്കടി വെച്ച് പിടിക്കാൻ പറ്റും. ഇവിടെ 1 കിലോ ആനയുടെ വിലയാണ് 1500. ഈ ആനയുടെ സുമാർ ഞാൻ നോക്കിട്ട് ഒരു 1.5 ലക്ഷം രൂപ വരും. ഈ ആനയെ പിടിക്കണം. ആനയെ പിടിക്കണം. ഒരു കാര്യം 2 ലക്ഷം രൂപ ഞാൻ തരും. അപ്പൊ പെട്ടു. അപ്പൊ പെട്ടെന്ന് പിടിക്കും. ആന അങ്ങനെ ചാടിക്കറി നമുക്ക് മയക്കടി വെക്കാൻ പറ്റത്തില്ല. ആന ഉറങ്ങണം. ആ സമയത്ത് വേണം നമുക്ക് മയക്കടി വെക്കാൻ. ആനയൊക്കെ ഉറങ്ങുമോ? എനിക്കറിയില്ല. ആന ഉറങ്ങുമോ? പിന്നെ ആന ഉറങ്ങാതിരിക്കാൻ രാത്രി മനസ്സിനകത്ത് തട്ടുകട നടത്തുവാണ് ഉറങ്ങാതിരുന്നത്. സുഹൃത്തെ, ആന ഉറങ്ങുന്നതിനെ കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ആന ഉറങ്ങുന്നത്. നീ ഉറങ്ങുവാ? ഞാൻ ഇറങ്ങും. നീ എത്ര മണിക്ക്? ഞാൻ രാത്രി ഒരു 10 മണിയാകുമ്പോ എന്നെ വന്നാലും ഉറങ്ങും. നീ ഉറങ്ങി കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞാൽ ആന ഉറങ്ങും. ആനയുടെ ഉറക്കത്തെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? ആനയുടെ ഉറക്കത്തെ കുറിച്ച് പാട്ട് വരെ ഇറങ്ങിയിട്ടുണ്ട്. ആനയുടെ ഉറക്കത്തെ കുറിച്ച് പാട്ടോ? അതേ പാട്ട്. ആനയുറങ്ങും മാമലയിൽ. അത് ആന ഉറങ്ങും മാമലയിലല്ല, ആന ഇറങ്ങും മാമലയിലാണ്. അല്ല, ആന ആദ്യം ഉറങ്ങും, എന്നിട്ട് എന്നിട്ട് തുമ്പിക്ക് കൊണ്ട് മുഖം കഴുകും, എന്നിട്ട് ഇറങ്ങും. ആ പാട്ട് എഴുതി ഉറങ്ങുന്നത് കണ്ടിട്ട് ഇറങ്ങുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ പറ്റിയ നിങ്ങൾ ആനയെ പിടിക്കുന്നുണ്ട്, പിടിക്കും. എനിക്കറിയാമല്ലോ ഈ ആന ഉറങ്ങണ കാര്യമൊന്നും എനിക്കറിയാൻ പാടില്ല. അത് നീ കറക്റ്റ് പുസ്തകം വായിക്കാൻ. ഏത് പുസ്തകം? എടാ, നീ മാതംഗലീല വായിച്ചിട്ടുണ്ടോ? കോളേജിൽ പഠിക്കുമ്പോ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ താങ്ങി വെച്ചിട്ട് പോയി വായിക്കാറുണ്ട്. അത് മാധവന്റെ ലീല. അതല്ല, മാതംഗലീല ആനശാസ്ത്രം. അതിന്റെ 75-ാം പേജിൽ 2ാമത്തെ പാരഗ്രാഫിൽ 3ാമത്തെ ഖണ്ഡികയിൽ എഴുതി വെച്ചിട്ടുണ്ട് ആനയുടെ ഉറക്കവും സ്വപ്നവും. ആന സ്വപ്നം കാണുമോ? നീ സ്വപ്നം കാണുമോ? ഞാൻ കാണും. ഇത്തിരി ഇല്ല, നിനക്ക് സ്വപ്നം കാണാമെങ്കിൽ ഇത്ര മുട്ടക്കാട്ട് ആനക്ക് സ്വപ്നം കാണാൻ പറ്റില്ല. നീ സൈക്കോ ആണല്ലേ? മിണ്ടാ പ്രാണികളെ പോലും സ്വപ്നം കാണാൻ നീ സമ്മതിക്കുന്നില്ല. ഇയാൾ ചുമ്മാ ഊട് പറയല്ലോ. ഇയാൾ ആന കയറി പിടിക്കുക. എനിക്ക് സിനിമ ബാക്കപ്പ് ചെയ്യാനാണ് ഷൂട്ട് ചെയ്തിട്ട് ഒറ്റ സീനും കൂടെ എടുക്കാനോ ചെയ്യുമെന്ന് പറയുന്നത്. നിങ്ങൾ ഹൊറർ സിനിമകൾ കാണാറില്ലേ? അതിനകത്ത് കാട്ടിൽ പെട്ടുപോയ റൊമുമ്പിൽ കഥ പറയാൻ ഒരു മൂപ്പം വരും കണ്ടിട്ടുണ്ടോ? ഈ കാട്ടിലെ ആ മൂപ്പം
നന്നായി കണ്ടത്. കുറെ വർഷങ്ങളായി നിങ്ങളെ കാണുമ്പോ ചോദിക്കണമെന്ന് വിചാരിച്ചൊരു ചോദ്യം എന്റെ മനസ്സിലിപ്പുണ്ട്. എന്നെ മാത്രമല്ല കുറെ പേരുടെ സംശയമാണ്. ഈ കാറ്റിനകത്ത് ഈ റാന്തൽ ഒഴിക്കാൻ എവിടെ നിന്ന് കിട്ടുന്നു ഈ മണ്ണെണ്ണ? അതൊരു കഥയാണ്. കഥയാണ്. 1916 ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലം. ഡഗ്ലസ് സാഹിബും ദൊറോത്തി മദാമയും കൂടെ കാട് കാണാൻ ഇറങ്ങി. 1/2 ലിറ്റർ മണ്ണെണ്ണയുടെ കഥ ചോദിച്ചതിന് പറഞ്ഞ് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി. അതെ മൂപ്പ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മൂപ്പ. അതായത് ഞങ്ങളുടെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുവായിരുന്നു നാട്ടില്. അപ്പൊ ഇവിടുന്ന് 2 ആന ഓടിക്കറി കാട്ടിട്ട് വന്നിട്ടുണ്ട്. ഈ ആന പോവാൻ സാധ്യതയുള്ള വഴി ഏതാന്ന് പറയാവോ? ആന പോകാൻ സാധ്യതയുള്ള 2 വഴിയേ ഉള്ളൂ. അത് നമ്മൾ കണ്ടുപിടിക്കണം. കിട്ടിയല്ലോ. മാറി നിൽക്കും, ഞാൻ ചോദിക്കാം. മൂപ്പൻ ഈ കാറിനെ കുറിച്ച് നല്ല ധാരണയാണല്ലോ. ആനയെ കൂടുതലായിട്ട് കാണാൻ സാധ്യതയുള്ള സ്ഥലം ഏതാണെന്ന് പറഞ്ഞു തരാവോ? ആനയെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ. അത് പറ. ഗുരുവായൂർ ആനക്കൊട്ടില് ഇഷ്ടം പോലെ ആനയുണ്ട്. കിട്ടിയില്ലേ ഡയറക്ടർ കിട്ട് പണി വന്നിട്ട് കിട്ടിയില്ലേ? ഇയാളെ കണ്ടി നടക്കുന്ന കേസല്ലായിട്ടുള്ള കാര്യം ഞാൻ ചുമ്മാ ഇതൊക്കെ പേ വർത്താനാണ് പറയണത്. നമുക്ക് അങ്ങോട്ട് പോവാം. പരിഹസിക്കരുത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാടല്ലേ ഇത്? അതിന് ഞങ്ങളൊന്നും ഉദ്ദേശിച്ചില്ല. ഉദ്ദേശിച്ചായിരുന്നെങ്കിൽ ഒരു കിടുക്കൻ സാധനം പറയാറുണ്ട്. പോകരുത്. മരണത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക്. മരണത്തിലേക്കോ എന്ന് പറഞ്ഞാൽ? അതൊരു കഥയാണ്. 1933 ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലം. ഡഗ്ലസ് സാഹിബും ദൊറോത്തി മദാമയും കൂടെ. ദൊറോത്തി മദാമനെ വിട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല. വർഷം മാത്രമേ മാറുന്നുള്ളൂ. സമരം നടത്തി പറഞ്ഞു വിട്ടും കഥയിലൂടെ വന്ന് പിന്നെ ആക്രമിക്കുക. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. എന്നത്? രാത്രി രാത്രിയും കത്തിച്ച് നടക്കണം, ഓക്കെ. ഈ പകൽ ഇതൊന്നും കത്തിച്ച് നടക്കേണ്ട വല്ല കാര്യമുണ്ട്? അതൊരു കഥയാണ്. അതും കഥയാണോ? മദാമയുടെയും തക്കാളി സാഹിബിന്റെയും കഥയാണോ? അതല്ല, ഇത് വേറെ കഥയാണ്. വേറെ കഥയാണ്. പറഞ്ഞു. ഈ വിളക്കണയാൻ പാടില്ല. ആണെങ്കിൽ വേറെ തീപ്പെട്ടില്ല കത്തിക്കാൻ. വെളിവില്ലാത്ത പുള്ളികളൊക്കെ. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പോവാന്ന്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പോയേക്കാം. നിങ്ങൾ അപകടത്തിലേക്കാണ് പോകുന്നത്. നിങ്ങൾ അപകടത്തിലേക്കാണ് പോകുന്നത്. നിങ്ങൾ അപകടത്തിലേക്കാണ് പോകുന്നത്. നിങ്ങൾ അപകടത്തിലേക്കാണ് പോകുന്നത്. നിങ്ങൾ അപകടത്തിലെ കയ്യടയോ? പറഞ്ഞ അപകടത്തിൽ പോണ ആളെ ഞാൻ ആദ്യമായിട്ട് കാണുവാ. വീണിട്ട് വല്ല കുഴപ്പമുണ്ടോ? അതൊരു കഥയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലം. അയ്യോ, കുഴി വീണപ്പം വല്ല വള്ളിയിലും പിടിച്ച് കയറാതെ കഥ പറഞ്ഞ് കയറാൻ നോക്കുവാണോ? പിടിച്ച് കയറുവാ. അങ്ങോട്ട് പറയാം. കുഴിക്കാലത്ത് പോയ പോക്ക്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കുഴിക്കാലത്ത് വീണിട്ട് ഈ വിളക്ക് ഇതുവരെ കെട്ടില്ല കേട്ടോ. അത് ഭയങ്കര അത്ഭുതമായി പോയി. അതൊരു കഥയാണ്. അവിടെ ഒരു കഥ. നിങ്ങൾ ഈ ഷാട്ടിൽ പിടിക്കണ്ടോ? പിന്നെ പിടിക്കാതെയോ? പിന്നെ പിടിക്കാന്ന് നിങ്ങൾ എനിക്ക് തോന്നുള്ളൂ നിങ്ങൾ പിടിക്കുന്നു. സംശയം. അപ്പം പ്രശ്നം കണ്ടുള്ള മനു എന്നെ കുറിച്ചൊന്നും പറഞ്ഞു തന്നിട്ടില്ലേ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഭാഗ്യം. ഭാഗ്യെന്നോ? അല്ലല്ല, ഇതൊന്നും അല്ലൊരു വിഷയം. ഇതൊക്കെ നിസ്സാരം. ഇതിന് വലിയ കേസ് കെട്ട് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു ഡയറക്ടർ തന്റെ ഇതേ പൊക്കം, തന്റെ ഇതേ വണ്ണം, തന്റെ ഇതേ ഫിഗർ പറഞ്ഞ കഥയാന്ന് തോന്നും. പക്ഷെ ഒറിജിനൽ നടന്ന സംഭവം. ലൊക്കേഷൻ. രണ്ടാണ് ഇത് കൂട്ടി ബഹളം ഉണ്ടാക്കി. എന്നെ വിളിച്ചു. ഞാൻ ചെന്നപ്പോ എന്താ ആന തമ്മിൽ ഇടഞ്ഞ് വിഷയമായി നിൽക്കുന്നു. ഞാൻ ഉടനെ ഡയറക്ടറോട് ചെന്ന് ചോദിച്ചു, എന്താ സംഭവം? ഇത് കേട്ട ഒരാനക്കത് സൂചിച്ചില്ല. അവൻ വലു സൈഡിൽ തുമ്പിക്കൈ വീശി ഒരു ഒറ്റ ആടിയിരിക്കും. ഞാൻ അതങ്ങ് തടഞ്ഞു. അതാണ് അപ്പൊ ഇടത് സജഷൻ ഒരു ആന ഒരു കുത്ത്. ഇടത് സജഷനോ? സിനിമയിൽ അഭിനയിക്കുന്ന ആനയല്ലേ, സജഷൻ അറിയാം. ഞാൻ ആ കൊമ്പലിങ്ങി പിടിച്ചിട്ട് ഒരൊറ്റ മാറിയായിരുന്നു. ഇവിടെ കിടന്ന് എന്റെ അടുത്തും മറിക്കാതെ നിങ്ങൾ ആനയെ പിടിക്കുന്നു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ആനയെ പുറത്ത് കയറിയിട്ടുണ്ടോ? ആനയെ നിങ്ങൾ മെരുക്കിയിട്ടുണ്ടോ? വെടിവെച്ചിട്ടുണ്ടോ ആനയെ? അപ്പൊ എന്നെ കുറിച്ച് തീർത്തും അറിയില്ല. ചെക്കമായിട്ട് ചിരിക്കാതെ കാര്യം പറ. എന്നറിയോ? സുമതിക്ക് വയറുവേദന. സുമതിക്ക് വയറുവേദന? എന്റെ അയൽവക്കത്തെ വീട്ടിലെ സുമതിക്ക് വയറുവേദന പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റൂ? നിനക്ക് സഹിക്കാൻ പറ്റാത്ത സുമതിക്ക് വന്ന? എനിക്കല്ല, സുമതിക്ക് വയറുവേദന സഹിക്കാൻ പറ്റാതെ കിടന്ന് കരയുന്നു. ഇത് കേട്ടത് ഒരു വൈദ്യനെ വിളിച്ചു. വൈദ്യം വന്ന് പറഞ്ഞിട്ട് സുമതിക്ക് ആനപ്പാലിൽ മരുന്ന് കൊടുത്താലേ സുമതിക്ക് വയറുവേദന മാറുള്ളൂ. ഇത് കേട്ടതും തൊക്കി പൊക്കി പിടിച്ച് ഞാൻ നേരെ കാട്ടിലേക്ക്. പിന്നെ കേൾക്കാൻ നോക്കിക്കോണല്ലോ പൊക്കി പിടിച്ചിട്ട്. കാട്ടിൽ ചെന്ന് കയറിയപ്പോ എന്താ ഒരു കൂട്ടമാന. ശരി, ഒട്ടും അമാന്തിച്ചില്ല. അതിൽ മൂത്ത ആനയെ നോക്കി ഒരു 5 എണ്ണത്തിന് ഞാനിങ്ങി പിടിച്ചു. പിടിച്ചത് ആനയാണോ അതോ തേങ്ങ പറിച്ചെടുത്താണോ?
ആന മൂത്താനക്കല്ലേ പാലുള്ളൂ. അപ്പൊ പാലുള്ള ആന നോക്കിയാൽ 5 ഞാനിങ്ങ് എടുത്തു. എന്നിട്ട് അതിൽ ഏറ്റവും തലപ്പൊക്കൾ ആനയുടെ മുഖത്തേക്ക് ഞാൻ ചാടി കയറി. ആനയുടെ പുറത്ത് ഇങ്ങനെ നേരെ സുമതിയുടെ വീട്ടിലേക്ക് വരുവാ. ഒരു 4 ആന എന്നെ അനുഗമിച്ചോണ്ട് പുറകെ വരുവാ. ഞാൻ ഈ കഥയിൽ ചെറിയൊരു സജഷൻ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. നമുക്ക് ഈ ആന മാറ്റി പുലിയാക്കാൻ പറ്റുമോ? പറ്റില്ല. അതിനാ കോപ്പിറൈറ്റ് അടിക്കും. അയ്യോ, നമ്മൾ കഥ പറഞ്ഞത് എവിടെയാണ് വന്നേക്കുന്നത്? കാടിന്റെ വേറെ ഏതോ ഏരിയ വന്നു കേട്ടോ. സമയം ഒരുപാട് പോയി. നമുക്കൊരു കാര്യം ചെയ്യാം. ആനയെ നാളെ അന്വേഷിക്കാൻ നമുക്ക് നാട്ടിലോട്ട് തിരിച്ചു പോവാം. അല്ലെങ്കിൽ ശരിയാവില്ല. നാളെ അന്വേഷിക്കാം ആനയെ. ആന ഇന്ന് പിടിക്കുന്ന വേണ്ട വേണ്ട. എന്നാ ആന ഇന്ന് പിടിക്കണമെന്നോ? ആന ഇന്ന് പിടിക്കണ്ട. ആനയെ പിടിക്കാതെ വേട്ടക്കാരനായി ഞാൻ നാട്ടിലേക്ക് എന്റെ ഡിഗ്നിറ്റി പോയല്ലേ. എന്റെ ഗ്രാഫ് താഴും. ആന പിടിക്കാതെ പോയിക്കുന്നു. ആന ഒരു ദിവസം മിനിമം 5 ആനെങ്കിലും പിടിക്കുന്ന ഒരു ദിവസം 5 ആനയെ പിടിക്കുവോ? അത് ഉച്ചയ്ക്ക് ശേഷം. രാവിലെ 8 മണിക്ക് ഇറങ്ങിയാൽ വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഒരു 15 ആനെങ്കിലും ഞാൻ പിടിക്കും. നമുക്ക് എന്നാലും വേണ്ട. നമുക്ക് സമയം പോയി. എന്നാൽ ഇന്ന് കഴിഞ്ഞാൽ അപകടമാണ്. കാടാണ്. നമുക്ക് പോകാം. കാടിന് വെളിയിലേക്ക് പോകാം. അയ്യോ, ഇപ്പൊ വഴി തെറ്റി. വഴി ഏതിൽ പോണെന്നറിയോ? ഏത് വഴിയൊന്നുമില്ല. അറിയാവോ? അപ്പൊ വഴി അറിയാൻ മേലെ? അയ്യോ, എനിക്കറിയാൻ പാടില്ല. ഗൂഗിൾ മാപ്പ് ഇട്. അടിപൊളി. നാട്ടിലിട്ടിട്ട് ഒരുപാട് തെറ്റിഞ്ചെണ്ടിരിക്കും. ഇനി കാട്ടിക്കൊണ്ടിട്ട് എങ്ങോട്ട് കയറിപ്പോ? അയ്യോ, നമ്മൾ എന്നാ ചെയ്യും? ഒരു വഴി. മക്കളെ, മൂപ്പൻ വന്നു. നമ്മൾ രക്ഷപ്പെട്ടു. ഞങ്ങൾ ദിക്കറിയാൻ മേലാതെ നിൽക്കുക. ഞാൻ മൂപ്പനാണ്, അല്ലാതെ വടക്ക് നോക്കി യന്ത്രമല്ല. അല്ല മൂപ്പ, അതല്ല മൂപ്പ. ഞങ്ങൾക്ക് ഈ കാടിന് വെളിയിലേക്ക് പോകാനുള്ള വഴി ഒന്ന് പറഞ്ഞതാ മൂപ്പ. വഴി പറഞ്ഞു തരണമല്ലേ? അതെ. ശ്രദ്ധിച്ച് കേൾക്കണം. കഴിഞ്ഞ 36 വർഷമായിട്ട് പുറത്തോട്ടുള്ള വഴി അന്വേഷിച്ചാടാ ഞാനും നിൽക്കുന്നത്. പെട്ടുപോയതാടാ. നിങ്ങൾ പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോടാ. അല്ല മൂപ്പ, ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ എങ്ങനെയാണ് ഈ കാട്ടിനകത്ത് പെട്ടുപോയത്? അതൊരു കഥയാണ്.